അഞ്ചാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് കൻസുൻ ലാ യൻഫദു, വറ്റാത്ത നിധി, തീർന്നു പോകാത്ത നിധി. കൻസ് മീൻസ് നിധി. ഇതിലെ ഒന്നാമത്തെ പാഠം മാ ഉൻ സാഫിൻ എന്നൊരു ഖിസ്സ വാഖിഇയ്യ ആണ്. മാ ഉൻ സാഫിൻ, തെളിഞ്ഞ വെള്ളം. ഖിസ്സത്തുൻ വാഖിഇയ്യ മീൻസ് റിയലിസ്റ്റിക് സ്റ്റോറി, യഥാർത്ഥ കഥ. ഇതിൽ 3 പാഠങ്ങളാണുള്ളത്. ഒന്നാമത്തെ പാഠം ഇന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തെ പേജിൽ ഒരു വെള്ളത്തുള്ളി ടേപ്പ് തുറന്ന് വെള്ളം പാഴാക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. നമ്മൾ വെള്ളം പാഴാക്കാൻ പാടില്ല. വെള്ളം അമൂല്യമാണ്. നമ്മുടെ കഥയിലേക്ക് കടക്കാം. മാ ഉൻ സാഫിൻ, തെളിഞ്ഞ ജലം. റാത്ത മസാഇൻ, ഒരു വൈകുന്നേരം, റജഅ വലദുൻ ഇല ബൈതിഹി ഹസീനൻ, ഒരു കുട്ടി തൻ്റെ വീട്ടിലേക്ക് ദുഃഖിതനായിക്കൊണ്ട് മടങ്ങി. റജഅ, മടങ്ങി, വലദുൻ, ഒരു കുട്ടി, ഇല ബൈതിഹി, തൻ്റെ വീട്ടിലേക്ക്, ഹസീനൻ, ദുഃഖത്തോടെ ഒരു കുട്ടി വീട്ടിലേക്ക് മടങ്ങി, സ്കൂളിൽ നിന്നും മടങ്ങി. ലിഅന്നഹു സമിഅ മിൻ മുദർരിസതിഹി അൻ അത്ഫാലിൻ ലാ യജിദൂനൽ മാഅ അസ്സാലിഹ ലിശ്ശുർബി, കാരണം അവൻ തൻ്റെ ടീച്ചറിൽ നിന്നും കുടിക്കാൻ വെള്ളം കിട്ടാത്ത കുട്ടികളെക്കുറിച്ചുള്ള കഥ കേട്ടിരുന്നു. അതാണ് അവൻ്റെ ദുഃഖത്തിന് കാരണം. ലിഅന്നഹു, കാരണം അവൻ, സമിഅ, കേട്ടു, മിൻ മുദർരിസതിഹി, തൻ്റെ അധ്യാപികയിൽ നിന്നും, അൻ അത്ഫാലിൻ, കുട്ടികളെക്കുറിച്ച് അവൻ കേട്ടു. ആരാണ് കുട്ടികളെക്കുറിച്ച് പറഞ്ഞത്? സ്കൂളിൽ നിന്നും ടീച്ചറാണ് പറഞ്ഞത്. ഏത് കുട്ടികളെക്കുറിച്ചാണ് ടീച്ചർ കുട്ടികളോട് പറഞ്ഞത്? ലാ യജിദുന, ആ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, അൽമാ അസ്സാലിഹ, നല്ല വെള്ളം, ലിശ്ശുർബി, കുടിക്കാനുള്ള നല്ല വെള്ളം കിട്ടാത്ത കുട്ടികളെക്കുറിച്ച് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ വലതിന്, നമ്മുടെ ഈ കുട്ടിക്ക് സങ്കടമായി. അങ്ങനെ ആ സങ്കടത്തോടെയാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. ഫസഅലത്തിൽ ഉമ്മു, സങ്കടത്തോടെ മോൻ വരുന്നത് കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു, മാ ബിക യാ ബുനയ്യ, നിനക്ക് എന്ത് പറ്റി മോനെ? സാധാരണ കുട്ടി സന്തോഷത്തോടെയാണ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാറ്. ഇന്ന് സങ്കടത്തോടെ വരുന്നത് കണ്ടപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ? അൽ വലത്, കുട്ടി ഉത്തരം പറയുകയാണ്, ഉമ്മ, ഉരീദു $70, എനിക്ക് $70 വേണം. വന്നു കയറിയ ഉടനെ കുട്ടി ഉമ്മയോട് പറയുന്നത് എന്താണ്? എനിക്ക് $70 വേണമെന്നാണ് പറയുന്നത്. ഉരീദ്, ഐ വാണ്ട്, എനിക്ക് വേണം, $70, $70 എനിക്ക് വേണം. കുട്ടി ഡോളറിനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് ഇവിടെ ഒന്നുമല്ല, അങ്ങ് അമേരിക്കയിൽ എവിടെയോ ആണ്. വടക്കേ അമേരിക്കയിലെ കാനഡ എന്ന രാജ്യത്താണ് ഈ കഥ നടക്കുന്നത്. അൽ ഉമ്മ, അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, $70, $70? ലിമ, എന്തിനാണ് നിനക്ക് $70? അപ്പോൾ വലത് പറയുന്നു, ഉരീദു ഹഫ്റ ബിഇരിൻ ഫി ഇഫ്രീഖിയ, ഞാൻ ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, ഹഫ്റ ബിഇരിൻ, ഒരു കിണർ കുഴിക്കാൻ, ഫി അഫ്രീഖിയ, ആഫ്രിക്കയിൽ. ആഫ്രിക്കയ്ക്ക് ഇഫ്രീഖിയ എന്നും അഫ്രീഖിയ എന്നും പറയും. കുട്ടി ഇതാ സങ്കടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നു. ഉമ്മ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഉമ്മ ചോദിക്കുന്നു, അഫ്രീഖിയ ബലദുൻ ബഈദുൻ, ആഫ്രിക്ക വളരെ വിദൂരമായ പ്രദേശമല്ലേ, അവിടെയാണോ നീ കിണർ കുഴിക്കാൻ പോകുന്നത്? ആഫ്രിക്ക എന്നാൽ ഇവിടെ ഉദ്ദേശം ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് കുട്ടികൾ ശുദ്ധജലം ലഭിക്കാതെ കഴിയുന്നുണ്ട്. ആ കഥയാണ് നമ്മുടെ വലത് കേട്ടത്. അപ്പോൾ അവൻ ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാണ് $70 വേണമെന്ന് ഉമ്മയോട് വന്ന് പറഞ്ഞത്. വലത്, നഅം, അതെ, ഹുനാക ആലാഫും മിന സിഗാരി, അവിടെ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ആലാഫുൻ, ആയിരക്കണക്കിന്, സിഗാർ, കുട്ടികളുണ്ട്. ലൈസ ലദൈഹിം മാഉൻ സാലിഹുൻ ലിശ്ശുർബി, അവരുടെ അടുക്കൽ കുടിക്കാൻ വേണ്ടിയുള്ള ശുദ്ധജലം ഇല്ല. ലൈസ ലദൈഹിം, അവർക്ക് ഇല്ല, മാഉൻ സാലിഹുൻ, ശുദ്ധജലം, ലിശ്ശുർബി, കുടിക്കാൻ ശുദ്ധജലം കിട്ടാത്ത ആയിരക്കണക്കിന് കുട്ടികൾ ആഫ്രിക്കയിലുണ്ട്.
അപ്പോൾ ഉമ്മ പറയുന്നു, യാ ബുനയ്യ, മോനെ, കൈഫ നജ്മഉ $70, നമ്മൾ എങ്ങനെ $70 ശേഖരിക്കും? $70 നമ്മളെങ്ങനെ ഉണ്ടാക്കും എന്ന് ഉമ്മ ചോദിക്കുകയാണ്. നഖറഉ, നമുക്ക് വായിക്കാം, അൽ ഹിവാറ, സംഭാഷണം, വനുക്കുമിലും, എന്നിട്ട് പൂരിപ്പിക്കാം. ജലസൽ വലതു യുഫക്കിറു, കുട്ടി ആലോചിച്ചു കൊണ്ടിരുന്നു. $70 വേണ്ടേ? ആ കാര്യമാണ് ആലോചിച്ച് ഇരിക്കുന്നത്. അപ്പോഴാണ് ആര് വരുന്നത്? ഉപ്പ വരുന്നത്. സഅലൽ വാലിദു, ഉപ്പ ചോദിച്ചു. വാലിദ് മീൻസ് ഉപ്പ. മാ ബിക യാ ബുനയ്യ, എന്ത് പറ്റി മോനെ? അറാക്ക ഹസീനൻ, നിന്നെ ഞാൻ ദുഃഖിതനായിക്കൊണ്ട് കാണുന്നല്ലോ. ദുഃഖത്തോടെ ഇരിക്കുന്നത് എന്താണ്? ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അപ്പോഴവർക്കിടയിൽ ഒരു ഹിവാർ, ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ചില വാചകങ്ങൾ പൂരിപ്പിക്കാനുണ്ട്, നമുക്ക് നോക്കാം. അൽ വാലിദ്, പിതാവ് ആദ്യം ചോദിക്കുകയാണ്, ബിമ്മ തുഫക്കിറു, നീ എന്താണ് ആലോചിക്കുന്നത്? അൽ വലത്, വലത് എന്ത് പറയും? വലത് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകാൻ നമ്മൾ അതിൻ്റെ ശേഷം വാലിദ് എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ശേഷം വാലിദ് പറയുന്നത് ലിമ ഹാദൽ മബ്ലഉ എന്നാണ്. ലിമ ഹാദൽ മബ്ലഉ മീൻസ് എന്തിനാണ് ഈ എമൗണ്ട്? ലിമ എന്തിനാണ്, ഹാദൽ മബ്ലഉ ഈ എമൗണ്ട്, ഈ തുക, അതായത് ഈ പണം എന്തിനാണ് എന്നാണ് വാലിദ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കണമെങ്കിൽ വലത് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? എനിക്ക് പണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വലത് പറഞ്ഞിട്ടുണ്ടാവുക ഉമ്മയോട് പറഞ്ഞതുപോലെ തന്നെ ഉരീദു $70, എനിക്ക് $70 വേണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിവിടെ എഴുതുക, ഉരീദു $70, എനിക്ക് $70 വേണം. അപ്പോൾ വാലിദ് ചോദിക്കുന്നു, ലിമ ഹാദൽ മബ്ലഉ, എന്തിനാണ് ഈ എമൗണ്ട്, എന്തിനാണ് $70? അപ്പോൾ വലത് പറയുന്നു, എന്തിനാണ്? ലിഹഫിരിൽ ബിഇരി, കിണർ കുഴിക്കാൻ. ഹഫർ മീൻസ് കുഴിക്കുക, അൽബിയർ കിണർ. കിണർ കുഴിക്കാനാണ് എനിക്ക് $70. അപ്പോൾ വാലിദ് ചോദിക്കുന്നു, അയിന യാ ബുനയ്യ, എവിടെയാണ് കിണർ കുഴിക്കുന്നത്? നമുക്കിവിടെ കിണറുണ്ടല്ലോ. അപ്പോൾ വലത് പറയുന്നു, എവിടെയായിരുന്നു കിണർ കുഴിക്കുന്നത്? ഫി ഇഫ്രീഖിയ, ആഫ്രിക്കയിൽ. ആഫ്രിക്കയിലാണ് ഞാൻ കിണർ കുഴിക്കുന്നത്. അപ്പോൾ വാലിദ് ചോദിക്കുകയാണ്, മൻ ഖാല ഹാദ, ആരാണിത് പറഞ്ഞത്? ഇങ്ങനെ ആഫ്രിക്കയിൽ പോയി കിണർ കുഴിക്കണം എന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ടീച്ചറാണ് അല്ലേ? അപ്പോൾ മുദരിസത്തി, എൻ്റെ ടീച്ചർ. വാലിദ്, ലാ തഹസൻ, ദുഃഖിക്കേണ്ട, സനജ്മഉ, നമ്മൾ ശേഖരിക്കും, നമ്മൾ കളക്ട് ചെയ്യും, ഇൻഷാ അല്ലാഹ്. നമ്മൾ $70 അല്ലേ, അത് നമുക്ക് ഉണ്ടാക്കാം എന്നാര് പറഞ്ഞു? വാലിദ് പറഞ്ഞു. അപ്പോൾ അൽ വലത് ബാറക്കല്ലാഹു ഫീന, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നഅം, അതെ. ജമ അൽ വലതു $70, കുട്ടി $70 കളക്ട് ചെയ്തു. ഉപ്പ സഹായിച്ച് $70 കുട്ടിക്ക് കൊടുത്തു. വദഹബ ബിഹി ഇല മക്തബിൽ ജംഇയ്യത്തിൽ ഖൈരിയത്തി ബി കാനഡ, കാനഡയിലെ ചാരിറ്റി അസോസിയേഷൻ ഓഫീസിലേക്ക് ആ പണവും കൊണ്ട് അവൻ പോയി. വദഹബ, അവൻ പോയി, ബിഹി മീൻസ് ബിൽമാലി, ആ പണവും കൊണ്ട് പോയി. എങ്ങോട്ടേക്ക് പോയി? ഇല മക്തബിൽ ജംഇയ്യത്തിൽ ഖൈരിയത്തി, ചാരിറ്റി അസോസിയേഷൻ ഓഫീസ്. മക്തബ് മീൻസ് ഓഫീസ്, അൽ ജംഇയ്യത്ത് അസോസിയേഷൻ, അൽ ഖൈരിയത്ത് ചാരിറ്റി. ചാരിറ്റി അസോസിയേഷൻ ഓഫീസിലേക്ക് പോയി. ബി കാനഡ, കാനഡയിലുള്ള തൻ്റെ നാട്ടിലെ ചാരിറ്റി ഓഫീസിലേക്ക് പോയി. എന്താണ് ചാരിറ്റി? ആവശ്യക്കാർക്ക് സാമ്പത്തികമായ സഹായം നൽകുന്നതിനാണ് ചാരിറ്റി ചെയ്യുക എന്ന് പറയും. ആ ചാരിറ്റി ചെയ്യുന്ന ഒരു ഓഫീസിലേക്ക് ഇവൻ പണവും കൊണ്ടുപോയി. ഖാലൽ മുദീറു, അവിടെയുള്ള മുദീർ, അവിടെയുള്ള മാനേജർ പറഞ്ഞു, അഹ്സൻ യാ ബുനയ്യ, വെൽഡൺ മൈ ബോയ്, അല്ലേ, നന്നായി മോനെ. വലാക്കിൻ, പക്ഷേ, ലാ യക്ഫി ഹാദൽ മബ്ലഗു, ഈ എമൗണ്ട് മതിയാവില്ല. ലാ യക്ഫി, മതിയാവുകയില്ല, ഹാദൽ മബ്ലഗു, ഈ എമൗണ്ട്. നഹ്താജു ഇല $1000 ലിഹഫ്രി ബിഇരിൻ വാഹിദ, ഒരു കിണർ കുഴിക്കാൻ നമുക്ക് $1000 ആവശ്യമാണ്. നെഹ്താജു, നമുക്ക് വേണം, ഇല $1000 $1000 ലിഹഫ്രി ബിഇരിൻ വാഹിദ, ഒരു കിണർ കുഴിക്കാൻ. അപ്പോൾ ഒരു കിണർ കുഴിക്കാൻ തന്നെ $1000 വേണം. ഇവൻ എത്ര ഡോളറാണ് കൊണ്ടുപോയത്? $70 കൊണ്ടുപോയത്. മസാ അദാലിക്കല്യവും, അന്ന് വൈകുന്നേരം, ബദ അൽ വലദു യത്തസിലു, കുട്ടി കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ഇത്തസല മീൻസ് കോണ്ടാക്ട് ചെയ്യുക, ബന്ധപ്പെടുക.
ബി അസ്തിഖാഇഹി തൻ്റെ കൂട്ടുകാരെ. യത്തസിലു ബി അസ്തിഖാഇഹി കുട്ടി തൻ്റെ കൂട്ടുകാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അബറ വാട്സപ്പ് ഏതിൽ കൂടെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? വാട്സപ്പിലൂടെ. അബറ വാട്സപ്പ് മീൻസ് വാട്സപ്പിൽ കൂടെ. വാട്സപ്പിൽ ഇവൻ കുട്ടികൾക്കെല്ലാം മെസ്സേജ് അയക്കുകയാണ്. എന്ത് മെസ്സേജാണ് എല്ലാവർക്കും അയച്ചത്? അസീസി ഡിയർ പ്രിയപ്പെട്ടവനെ, നുരീദു ഹഫ്ര ബിഇരിൻ ഫി ഇഫ്രീഖിയ നമ്മൾ ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നു. നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, ഹഫ്ര ബിഇരിൻ ഒരു കിണർ കുഴിക്കാൻ, ഫി അഫ്രീഖിയ ആഫ്രിക്കയിൽ, ആലാഫും മിനൽ അത്ഫാലി ആയിരക്കണക്കിന് കുട്ടികൾ, യഈശൂന ജീവിക്കുന്നു, ബിദൂനിമാഇൻ വെള്ളമില്ലാതെ. ആഫ്രിക്കയിൽ ആയിരക്കണക്കിന് കുട്ടികൾ വെള്ളമില്ലാതെ ജീവിക്കുന്നുണ്ട്. നെഹ്താജു ഇല $1000 നമുക്ക് $1000 വേണം. നെഹ്താജു നമുക്ക് ആവശ്യമാണ്, ഇല $1000 $1000, ലിഹഫ്രി ബിഇരിൻ വാഹിദത്തിൻ ഒരു കിണർ കുഴിക്കാൻ. ഒരു കിണർ കുഴിക്കാൻ തന്നെ $1000 വേണം. തബറഉ ഹസ്ബ വുസ്ഇക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ സംഭാവന ചെയ്യുക. തബറഉ നിങ്ങൾ സംഭാവന ചെയ്യൂ. ഹസബ വുസ്ഇക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച്. ഹസബ അനുസരിച്ച്, വുസ്ഇക്കും നിങ്ങളുടെ പ്രാപ്തി. വശുക്രൻ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. അങ്ങനെ കുട്ടികളെല്ലാം സംഭാവന ചെയ്തു. $1000 കിട്ടിയപ്പോൾ അതവൻ ആഫ്രിക്കയിലേക്ക് കിണർ കുഴിക്കാൻ വേണ്ടി ചാരിറ്റിക്ക് കൊടുത്തു. അസ്തിഖാഇ കൂട്ടുകാരെ, ഹൽ തഅരിഫൂന മൻ ഹാദൽ വലദു ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ബഅദ അയ്യാമിൻ ദിവസങ്ങൾക്ക് ശേഷം, ഇജ്തമഅ അന്നാസു ഫീ ഖറിയത്തിൻ അഫ്രീഖിയത്തിൻ ലിസ്തിഖ്ബാലി ഹാദൽ വലദ് ഈ കുട്ടിയെ വരവേൽക്കാൻ ഒരു ആഫ്രിക്കൻ ഗ്രാമത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി. ഇജ്തമഅ അന്നാസു ജനങ്ങൾ ഒരുമിച്ച് കൂടി, ഫി ഖറിയത്തിൻ അഫ്രീഖിയത്തിൻ ഒരു ആഫ്രിക്കൻ ഗ്രാമത്തിൽ, ലിസ്തിഖ്ബാലി സ്വീകരിക്കാൻ വേണ്ടി, ഹാദൽ വലദ് ഈ കുട്ടിയെ തങ്ങൾക്ക് കിണർ കുഴിക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകിയ ഈ കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി ആ ഗ്രാമത്തിലെ ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി. വനാദോ അവർ വിളിച്ചു, റയ്യാൻ 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 എന്ന് ഉറക്കെ അവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ പേരെന്താണ്? റയ്യാൻ എന്നാണ്. കാണുന്നില്ലേ, ആഫ്രിക്കക്കാർ തോളിലേറ്റി ആനന്ദം പ്രകടിപ്പിക്കുകയാണ്. ഇംതല ഖൽബു റയ്യാൻ ബിൽ ഫറഹി വസ്സുറൂർ അപ്പോൾ റയ്യാന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇംതല നിറഞ്ഞു, ഖൽബു റയ്യാൻ റയ്യാന്റെ ഹൃദയം, റയ്യാന്റെ മനസ്സ്, ബിൽ ഫറഹി വസ്സുറൂർ സന്തോഷം കൊണ്ട്. ഫറഹ എന്നും സുറൂർ എന്നും പറഞ്ഞാൽ സന്തോഷം. വസ്വാറ മഷ്ഹൂറൻ ബിൽ അഅമാലിൽ ഖൈരിയത്തി ഫിൽ ആലം വസ്വാറ മഷ്ഹൂറൻ അവൻ പ്രശസ്തനായി തീർന്നു, ബിൽ അഅമാലിൽ ഖൈരിയത്തി ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട്, ഫിൽ ആലം ലോകത്ത്. അങ്ങനെ റയ്യാൻ എന്ന കുട്ടി ലോകത്ത് പ്രശസ്തനായി. ഇനി ഇതിൻ്റെ തംറീനാത്തുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.